ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. നമ്മൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ തൃശ്ശൂർ പ്രോഗ്രാമിൻ്റെ കാര്യമായിട്ട് ബാൻഡ് പ്രോഗ്രാമായിട്ട് വരും. അപ്പോൾ അതാണ് നമ്മൾ തൃശ്ശൂർ സൈഡിലുള്ള സ്ഥലങ്ങൾ അപ്പോൾ കൂടുതൽ എടുക്കാൻ നോക്കുന്നത്. സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് പീച്ചി സൈഡാണ്. പീച്ചിയിലുള്ള ഒരു പള്ളിയിൽ പെരുന്നാളിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ നമ്മൾ അവിടുത്തെ പോലല്ല. രാവിലെ അമ്പ് പ്രദക്ഷിണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം ബ്രേക്കാണ്. അപ്പോൾ വന്നിട്ടുള്ളത് ഇന്ന് സിംഫണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ വായിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇനി 6 മണിക്കേ ഉള്ളൂ. കുറച്ച് ടൈം റെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയപ്പോൾ 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പീച്ചി ഡാമിലേക്ക്. അപ്പോൾ ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. പീച്ചി ഡാം അവിടെയാണ്. പീച്ചി ഡാമിലോട്ട് കയറാൻ വേണ്ടിയിട്ട് 20 രൂപയാണ് പാസ്. പീച്ചി ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം കൊണ്ട് നടന്നു വരാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 20 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അകത്തോട്ട് പോയിട്ട് കാഴ്ചകളാണ്. നമുക്ക് ക്യാമറ അകത്ത് അലൗഡല്ല, മൊബൈലിലാണ് ഉള്ളത്. ബാക്കി ക്യാമറയിൽ എടുക്കണമെങ്കിൽ എന്തോ എഴുതി കൊടുത്തിട്ട് പെർമിഷൻ എടുക്കണം. അല്ല, ഇവിടെ ക്യാമറ അലൗഡല്ല. ആൾക്ക് 20 രൂപ ഉള്ളൂ. പാർക്കിംഗ് ഉണ്ട് അപ്പുറത്ത്. അതുപോലെ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അകത്തോട്ട് പോയിട്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല. എന്തായിരുന്നാലും അകത്തോട്ട് പോയിട്ടുള്ള അതിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പീച്ചി ഡാമിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. 20 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമ്മൾ ഗേറ്റ് കഴിഞ്ഞ് അകത്തോട്ട് ഇറങ്ങുകയാണ്. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പാർക്കിങ്ങിലൊക്കെ നല്ല തിരക്കുണ്ട്. 6 മണി 8 മണി വരെ എന്താണ് ടൈം. അപ്പോൾ ഗേറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ച. സൈഡിലൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മൾ നേരെ കാണുന്നുണ്ട് ഡാം. അങ്ങോട്ടേക്ക് പോകട്ടോ. നമ്മൾ ഡാമിന് കുറച്ചുകൂടെ അടുത്തേക്ക് എത്തുകയാണ്. മിക്കയിടത്തുള്ളൊരു പ്രശ്നമാണിത്. പ്രശ്നമാണ് എന്ന് വെച്ചാൽ ക്യാമറ അലൗഡ് ആയിരിക്കില്ല. മൊബൈലിൽ എടുക്കാം. ഇപ്പോൾ മൊബൈലിവിടെ പ്രശ്നമില്ല എടുക്കുന്നതിന് എഴുതി വെച്ചിട്ടുണ്ട്. ഡാമിനോട് മുകളിലൂടെ വാഹനങ്ങൾ നിരോധിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് കുഴപ്പം. ടിക്കറ്റ് എടുത്താൽ നമുക്ക് ക്യാമറയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മിക്കയിടത്തും മൊബൈൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. എന്താണ് അതിൻ്റെ വ്യത്യാസം? ക്യാമറയേക്കാൾ ഇപ്പോൾ ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ മൊബൈലിൽ എടുക്കുന്നതിന്. ചിലത് എന്തായാലും കുഴപ്പമില്ല. മൊബൈലെങ്കിലും ഒരു പെർമിഷൻ തന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റുന്നു. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മലമ്പുഴ ഗാർഡൻ, നെല്ലിയാമ്പതി പറമ്പിൽ പോകാൻ, അങ്ങനെ കാപ്പാട് ബീച്ച് പോകാനുള്ള ദൂരം ഇവിടെ. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ പീച്ചി ഡാമിൻ്റെ തന്നെ പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡാമിൻ്റെ പരിസരത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ. ഡാമിലേക്ക് കയറുകയാണ് കേട്ടോ. അതിന് മുന്നേ ഇവിടെ ഒരു സൈഡിലൂടെ ഒരു വഴിയുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. ഇത് താഴേക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. പടിക്കെട്ടിലൂടെ ഇറങ്ങി താഴേക്ക് പോകാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഡാമിനകത്തേക്ക് കയറാം. കൊള്ളാം, അടിപൊളി. ഇവിടെയും പടിക്കെട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണ് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡ് വെള്ളം ചാടുന്ന സൗണ്ട് ഉണ്ട്. എന്തായാലും വെള്ളം ഇത് തുറന്ന് വിട്ടിട്ടുണ്ടാവും. ഉണ്ട്. താഴത്തേക്കൊക്കെ പോകാമെന്ന് തോന്നുന്നു. ഇതുവഴി ഇറങ്ങിയിട്ടേ അതുവഴി സൈഡിൽ കൂടെ അങ്ങ് താഴെ ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കവാറും അങ്ങ് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇവിടെയാണ് അതിൻ്റെ മെയിൻ ഷട്ടറും സെറ്റപ്പൊക്കെ വരുന്നത്. സൈഡിൽ കൂടെ ഇപ്പോൾ ഒരു ചാനൽ പോലെ തുറന്ന് വിട്ടിട്ടുണ്ടേ. ഇവിടെയാണ് മെയിൻ ഷട്ടർ. പക്ഷേ ഇതുവഴി തുറന്ന് വിട്ടിട്ടില്ല വെള്ളം. എന്തെന്നെ അവിടെ വെള്ളം വീണിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ അവിടെ വെള്ളത്തിൽ എന്തോ സെറ്റപ്പ് ഉണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ടേ അവിടെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച ഒരു സംഭവം ഉണ്ട്. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്താണെന്ന് അറിഞ്ഞില്ല.
ഇപ്പർ സൈഡ് നല്ലൊരു സോങ് കേട്ടോ. നമ്മുടെ നെയ്യാർ ഡാമിനെ ഓർമ്മ വരും എനിക്ക്, നമ്മുടെ നെയ്യാർ ഡാം അതുപോലെയൊക്കെ ഓർമ്മ വരും. ഇത്രയും വിശാലമായിട്ടുള്ള ഗാർഡനും ഒക്കെ കാണുമ്പോഴേ നമ്മളവിടെ ഇതുപോലെയാണ്. അവിടെ റോഡ് പോകുന്നുണ്ട്, പിന്നെ ഇത്രയും വലിയൊരു ഗാർഡൻ, കുറേ ആൾക്കാർ ഗാർഡനിലുണ്ട്. നമുക്ക് ഇറങ്ങാൻ നോക്കട്ടെ, അങ്ങനെയാണെന്ന് പറ്റുകയാണെങ്കിൽ ഇറങ്ങാം. ഓക്കെ, ബാക്കി ഇപ്പർ സൈഡും വളരെ മനോഹരമാണ് കേട്ടോ. റിസർവോയർ ഭാഗം അടിപൊളിയാണ്, പക്ഷേ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. വെള്ളം കുറഞ്ഞതിൻ്റെ ആ ഒരു വര പോലുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ക്യാമറയിലല്ല എടുക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ ഷേക്ക് കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു മനോഹരം അതൊക്കെയാണ്, ഒരു മരം നിറച്ച് പൂത്ത് നിൽക്കുന്നത്, വെള്ളപ്പൂ. അത് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. കണിക്കൊന്നയും പൂത്തിട്ടുണ്ട്, മാസങ്ങളൊക്കെ തെറ്റി പൂക്കാണല്ലോ. കണിക്കൊന്നയും പൂത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇതിൻ്റെയൊക്കെ തന്നെ കെട്ടിടങ്ങൾ, കുറച്ച് കെട്ടിടങ്ങളുണ്ട്. ഇതുവഴി ഇറങ്ങാൻ പറ്റും തോന്നുന്നു, ഈ സൈഡിൽ കൂടെ താഴെ ഗാർഡനിലേക്ക്. കുട്ടികളൊക്കെ പാർക്കിലൊക്കെ വന്നിരിപ്പോട്ട് കുറച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ പീച്ചി ഡാമിൻ്റെ അകത്തോട്ടുള്ള ദൃശ്യം, ഡാമിൽ നിന്നുള്ള ദൃശ്യം. ഇനി വെള്ളം ശുദ്ധീകരിക്കുന്ന സംഭവമാണോ എന്തോ അറിയില്ല, ചിലപ്പോൾ അതായിരിക്കും. വെള്ളം കയറ്റുന്ന സംഭവം എന്തെങ്കിലും ആയിരിക്കും. അപ്പുറ സൈഡിൽ കൂടെ തുറന്നു വിടുന്ന ഒരു പൈപ്പ് കാണുന്നുണ്ട്, ചിലപ്പോൾ ഇതായിരിക്കും, അതിൻ്റെതായിരിക്കാം. നമ്മളങ്ങനെ നടന്ന് ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത് സംഭവം ശരിയാണ്, വെള്ളം ശുദ്ധീകരിക്കുന്നതിൻ്റെ സംഭവമാണ്. നമ്മുടെ അരുവിക്കര ഡാമിലൊക്കെ ചെയ്യുന്ന പോലെ ടൗണിലോട്ടുള്ള വെള്ളം ശുദ്ധീകരിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ അവിടെ എന്തോ പണി നടക്കുകയാണ്, അതിനാണ് ആൾക്കാർ അവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡ് എത്തിയിട്ടുണ്ട്, പവിലിയൻ. അപ്പോൾ അങ്ങോട്ട് കയറി നോക്കാം, എന്താണെന്ന് നോക്കാം. ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വിഷ്വലാണ് കാണാൻ സാധിക്കുക. കുറച്ച് കടകളും അതുപോലെ തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും. ഒരു സൈഡിലായിട്ട് പവലിയൻ എന്ന് എഴുതിയിട്ടുള്ളൊരു വലിയൊരു കെട്ടിടമുണ്ട്, ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വലിയൊരു കെട്ടിടം. അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഒരുപാട് കപ്പിൾസ് പോലുള്ളവർ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് ഒരു സെക്ഷനിലൂടെ മുകളിലോട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരിരിക്കുകയാണ്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ കയറാം. നമുക്ക് ക്യാമറ ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ ഡാമിൽ അവർ സ്വസ്ഥമായിട്ടിരിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ക്യാമറ കൊണ്ടുവന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണാം. കണ്ടോ, മരത്തിൽ നിറയെ പൂക്കൾ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. നമ്മുടെ പുറകിൽ ഡാമുണ്ട് കേട്ടോ. ഡാമിൽ അവിടെ പണി നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, കടയുണ്ട്, തൊട്ട് താഴെ പാർക്കുണ്ട്. ഇതാണ് നമ്മുടെ പവിലിയൻ. ഓക്കെ, നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റും, നോക്കാം. ഇതാണ് കേട്ടോ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന പീച്ചി ഡാമിൻ്റെ ഒരു വൈഡായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അവിടെ സൈഡിലൊക്കെ ചെടികളൊക്കെ വളരെ മനോഹരമായിട്ട് നട്ട് ഇട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് കയറി ഇരുന്ന് വിശ്രമിക്കാൻ കണക്കിന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരവിടെ വിശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് പോയി പാർക്കിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റും നോക്കാം. നമ്മളിപ്പോൾ പാർക്കിൻ്റെ അടുത്തോട്ട് വരാൻ കേട്ടോ. മുകളിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, താഴെ എന്താ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുണ്ട്. 2-3 സെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വന്നാലും എല്ലാവർക്കും കുട്ടികൾക്ക് കയറി കളിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, മുകളിലുണ്ട്, ഇനിയൊരു സെക്ഷൻ താഴെയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അങ്ങ് താഴോട്ട് ഗാർഡനിലോട്ട് പോകുന്നില്ല. നല്ല ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പ്, വാട്ടർ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നടക്കാനിറങ്ങിയ നല്ലൊരു ഏരിയ ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കുട്ടവഞ്ചി സവാരി ഉണ്ടെന്ന്. നമ്മൾ വരുന്ന സൈഡിൽ കുറച്ച് പാക്കേജുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുട്ടവഞ്ചി സവാരി ഉണ്ടായിരുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടേ കുറച്ച് പേര് തുഴയുന്നുണ്ട് കുട്ടവഞ്ചി. ഒരു നല്ലൊരു വിശാലമായിട്ടുള്ള ഏരിയ തന്നെ ഉണ്ട് കേട്ടോ, ഡാം ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും ഫാമിലിക്കും പ്രത്യേകിച്ച് കപ്പിൾസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടും സ്ഥലം.
കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. താഴൊരു കാറ് കിടപ്പുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. എന്തായാലും നമ്മുടെ പീച്ചി ഡാം എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ചെറിയൊരു എപ്പിസോഡായിരുന്നു, കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ നമ്മളിവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് ഇറങ്ങിയതാണ്. എല്ലാവരും നല്ല ഇഷ്ടപ്പെട്ടു എന്നിപ്പോൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായിരുന്നാലും ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്തൊരു വിശേഷം കാണാം. ബൈ. തമ്പലയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പീച്ചി ഡാമിൽ വന്ന അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന പള്ളിയിലാണ് നമ്മൾ അന്ന് പെരുന്നാളിനായിട്ട് വന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴൊന്നുമല്ല ഇവിടുത്തെ ആഘോഷങ്ങൾ. പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ, എറണാകുളം സൈഡിലൊക്കെ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആഘോഷമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനേക്കാളും. അപ്പോൾ ഇന്ന് ഇവിടെ പെരുന്നാൾ അതിൻ്റെ അങ്ങറ്റം ആഹ്ലാദപൂർവ്വമായിട്ട് സന്തോഷമായിട്ട് എല്ലാ കരക്കാരും അല്ലെങ്കിൽ എല്ലാ കമ്മിറ്റിക്കാരും ഒക്കെ ചേർന്ന് നടത്തുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികളിലാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലാണ് ഞാനും പോയത്. ഇടയ്ക്ക് സമയത്താണ് നമ്മൾ പീച്ചി ഡാമിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് അടുത്ത ദിവസം പത്രത്തിൽ നോക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പീച്ചി ഡാമിൽ കുറച്ച് കുട്ടികൾ ഈ പെരുന്നാളിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരിയുടെ വീട്ടിലോ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതാണ്. അവർ ഈ പെരുന്നാൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവർ നമ്മുടെ എപ്പിസോഡിൽ കണ്ട അതേ സ്ഥലം, അതായത് പീച്ചി ഡാമിൻ്റെ റിസർവോയർ ഏരിയയിൽ കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അവർക്ക് അവിടെ വെച്ച് അപകടം സംഭവിക്കുകയുണ്ടായി. കാണാൻ വന്ന കുട്ടികളിൽ ചിലർ അപകടത്തിൽ പെടുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ട്രാവലിംഗ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അപകടങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴായിരുന്നാലും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ അവിടെ ഇറങ്ങാനോ അല്ലെങ്കിൽ അതൊന്ന് പരീക്ഷിക്കാനോ നമ്മൾ ശ്രമിക്കാതിരിക്കുക. നമ്മൾ ട്രാവലിംഗ് ചാനലായതുകൊണ്ട് നമ്മൾ ഒരുപാട് പാറപ്പുറങ്ങളിലും കാട്ടിലും അതുപോലെ തന്നെ ഇതുപോലെ ഡാമുകളിലും ഉള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അത് ചിലരുടെ ജോലിയാണ്, ചിലരുടെ സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ എപ്പിസോഡ് എടുത്തതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞു എന്നിട്ടാണ് ഈ എപ്പിസോഡ് ഇടുന്നത്. എവിടെ പോയാലും എല്ലാവരും അവനവനെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ, സൂക്ഷിക്കുക. നമ്മുടെ ചെറിയൊരു അശ്രദ്ധയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇടയാക്കുന്നത്.